ആദ്യത്തെ ക്രിസ്മസ് ക്രിബ് ആരൊരുക്കി എന്നതിനെക്കുറിച്ച് ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, എല്ലാവർക്കും അറിയാം. ഫ്രാൻസിസ് അസീസി ആദ്യത്തെ ക്രിസ്മസ് ക്രിബ് ഒരുക്കി. പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന അതിസുന്ദരമായൊരു നുറുങ്ങ് കഥയുണ്ട്. ഹൃദയമുള്ളവർക്കൊക്കെ ആ കഥ ഇഷ്ടപ്പെടും. 1222 ഫ്രാൻസിസ് അസീസി ലയോടൊപ്പം ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വിതുമ്പിക്കരയാൻ തുടങ്ങി. കരച്ചിലിനിടയിൽ അദ്ദേഹം വളരെ സുന്ദരമായ ഒഴുക്കുള്ള ഇറ്റാലിയൻ ഭാഷയിൽ ലയോട് പറയുന്നു, മങ്കായിൽ ക്രിസ്തോ. അർത്ഥം എന്താണ്? ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? തിരുവണക്കത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഉണ്ണീശോയുടെ തിരുസ്വരൂപം ആരോ കട്ടെടുത്ത് കൊണ്ടുപോയി. സോ ഇൻഫന്റ് ജീസസ് ഈസ് മിസ്സിങ്, മങ്കായിൽ ക്രിസ്തോ, ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. അത് പിന്നെ ഇറ്റാലിയൻ ഭാഷയിൽ അതിസുന്ദരമായൊരു പ്രയോഗമായിട്ട് മാറി, മങ്കായിൽ ക്രിസ്തോ. പിന്നീട് 1223 ഫ്രാൻസിസ്കോ ആദ്യത്തെ ക്രിബ് ഒരുക്കി. ക്രിബ് ഒരുക്കിയിട്ട് ആ ക്രിബിൽ ഉണ്ണീശോയെ നെഞ്ചോട് ചേർത്ത് പുലരും വരെ അദ്ദേഹം ഇരുന്നത്രേ. ആരും കവർന്നെടുത്ത് കൊണ്ടുപോകരുത് എൻ്റെ ഉണ്ണിയെ, ആരും ഉണ്ണീശോയെ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരമ്മയുടെ സ്നേഹം തുളുമ്പുന്ന ഭാവത്തോടുകൂടി ഫ്രാൻസിസ്കോ ഉണ്ണീശോയെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ ഇരുന്നത്രേ. കുറെ കഴിഞ്ഞ് ആ മുഖത്തേക്ക് സാഗുതം നോക്കി നിന്ന ലയോ ഫ്രാൻസിസ് അസീസിയോട് പറഞ്ഞു, ഫ്രാൻസിസ്കോ, പതുക്കെ പതുക്കെ നിന്റെ മുഖം ക്രിസ്തുവിൻ്റെ മുഖം പോലെയായി മാറുന്നു. നിന്റെ പുഞ്ചിരി ദൈവത്തിൻ്റെ പുഞ്ചിരി പോലെ, നിന്റെ കണ്ണിന് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ ആഴം. ഫ്രാൻസിസ്കോ, നീ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റൊരു ക്രിസ്തുവായി തീരാനാണ് ക്രിസ്മസ്. പുറത്ത് ആഘോഷങ്ങളൊക്കെ തിമിർത്ത് നടക്കുന്നുണ്ട്, അകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്മസിന് എല്ലാ ഒരുക്കങ്ങളും പുറത്താണ്. ഇപ്പോഴേ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ ടെറിബിളായിട്ട് മിസ്സിംഗ് അല്ലേ? ക്രിസ്മസ് മാസ്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് പാപ്പ, ക്രിസ്മസ് ഡിന്നർ, ക്രിസ്മസ് കാരൽസ്, ക്രിസ്മസ് ബെൽസ്. എല്ലാ ക്രിസ്മസുകൾക്കിടയിലും സംതിങ് ഈസ് ടെറിബിളി മിസ്സിംഗ് ഇൻ ക്രിസ്മസ്. വാട്ട്സ് ഇറ്റ്? എന്താ മിസ്സാകുന്നത്? ക്രൈസ്റ്റ് ഈസ് മിസ്സിംഗ് ഇൻ ക്രിസ്മസ് സെലിബ്രേഷൻ. സത്യമല്ലേ? എല്ലാ ആഘോഷങ്ങൾക്കിടയിൽ ആർക്ക് വേണ്ടി ആഘോഷം നടത്തപ്പെടുന്നുവോ ആ ക്രിസ്തു ഇല്ലാതാകുന്നു. ഇത്തവണത്തെ നിങ്ങളുടെ ക്രിസ്മസിനെങ്കിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കട്ടെ.